മണിപ്പൂരിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഡ്രൈവറെ സുരക്ഷാ സേന രക്ഷപ്പെടുത്തി. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ക്യാമ്പിലേക്ക് സാധനങ്ങളുമായി പോയ ട്രക്ക് ഡ്രൈവർ മുഹമ്മദ് നൂറുദ്ദീനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ സൈന്യത്തിന്റെ ഇടപെടലിലൂടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത പുറത്തു വരുന്നത്. മണിപ്പൂരിലെ അതിർത്തി മേഖലയായ മോറിക്ക് സമീപം ഇന്നലെ ഉച്ചയോടെയാണ് സൈനിക ക്യാമ്പിലേക്ക് സാമഗ്രികളുമായി പോയ ട്രക്കിന്റെ ഡ്രൈവറെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ അസം റൈഫിൾസിന്റെ നേതൃത്വത്തിൽ പ്രദേശം മുഴുവനായി തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇതിനിടെ ഇയാളെ കണ്ടെത്തി, ഇയാളെ മോചിപ്പിച്ചു, സുരക്ഷിതനാക്കി എന്ന് അസം റൈഫിൾസ് അറിയിക്കുന്നു. എന്നാൽ ഏത് ഭീകരരാണ് കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈ സംഭവത്തെ തുടർന്ന് മേഖലയിൽ ഉടനീളം സൈന്യം തെരച്ചിൽ നടത്തിയിരുന്നു. ഈ തെരച്ചിലിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടിടങ്ങളിൽ നിന്നായി 10 ഹാൻഡ് ഗ്രനേഡുകൾ കണ്ടെത്തിയതായി അസം റൈഫിൾസ് അറിയിച്ചു. ഇത് മണിപ്പൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ സ്ഫോടക വസ്തുക്കൾ മണിപ്പൂർ പോലീസ് നിർവീര്യമാക്കിയിരിക്കുന്നു. പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ഭീകര സാന്നിധ്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയതായി അസം റൈഫിൾസ് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.